सात इक्की बुचु, सात इक्की बुचु. It's 2:30. सात इक्की बुचु. ക്വാർട്ടർ പാസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ അവറിലേക്ക് സഫിക്സുകൾ ചേർത്ത് കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവറിന് ശേഷം ബുച്ചുക് എന്ന പദം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. സാത് ഇക്കി ബുച്ചു. മറ്റൊരു ഉദാഹരണം സാത് ഓൻ ബുച്ചു, സാത് ഓൻ ബുച്ചു. It's 10:30. सात on बुचु. सात dört buçuk. सात dört buçuk. It's 4:30. सात dört buçuk. ഇനി Q2. Q2 എന്നതിന് çeyrek var എന്നാണ് ടർക്കിഷിൽ പറയുന്നത്. çeyrek var. For example, सात इक्कीye çeyrek var. सात इक्कीye çeyrek var. It's 1:45. सात इक्कीye çeyrek var. ഇവിടെ അവറിലേക്ക് a or a എന്നീ ഡേറ്റീവ് കേസ് സഫിക്സുകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം çeyrek var എന്നതും ആഡ് ചെയ്യേണ്ടതുണ്ട്. സാത് ഇക്കിയെ çeyrek var. ഇക്കി എന്നത് ഇക്കി എന്ന പദത്തിലെ അവസാനത്തെ ലെറ്റർ ഒരു വവൽ ആയതിനാലാണ് സഫിക്സിന് മുമ്പായി y ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം സാത് ബെഷെ çeyrek var. സാത് ബെഷെ çeyrek var. It's 4:45. सात beşe çeyrek var. सात sekize çeyrek var. सात sekize çeyrek var. It's 7:45. सात sekize çeyrek var. ഇനി അടുത്തതായി സാത് കച്ത, സാത് കച്ത അറ്റ് വാട്ട് ടൈം എന്ന ചോദ്യത്തിന് മറുപടിയായി സമയം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ സാത് ബിർദെ, സാത് ബിർദെ അറ്റ് 1 o'clock. സാത് ബിർദെ. ഇവിടെ അവരിലേക്ക് ലോക്കറ്റീവ് കേസ് സഫിക്സുകളായ ദ, ദേ അല്ലെങ്കിൽ ത, തേ എന്നീ സഫിക്സുകളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം സാത് യദിദെ, സാത് യദിദെ അറ്റ് 7 o'clock. സാത് യദിദെ. സാത് ഓന്ദ, സാത് ഓന്ദ at 10 o'clock. सात बेशते, सात बेशते at 5 o'clock. അടുത്തതായി സാത് കച്ത എന്ന ചോദ്യത്തിനുള്ള മറുപടി ക്വാർട്ടർ പാസ്റ്റ് ഉപയോഗിച്ച് പറയുന്നതിന് സാത് ബെഷി çeyrek geçe. സാത് ബെഷി çeyrek geçe at 5:15. സാത് ബെഷി çeyrek geçe. ഇവിടെയും അവരിലേക്ക് ഇ, ഉ, ഇ എന്നീ 4 സഫിക്സുകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം çeyrek geçe എന്നും ആഡ് ചെയ്യേണ്ടതുണ്ട്. സാത് altıyı çeyrek geçe. सात altıyı çeyrek geçe at 6:15. सात altıyı çeyrek geçe.